ഹലോടെ മക്കളെ, നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബേസിക് സയൻസിലെ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ നിന്നും നമുക്ക് USSന് വളരെ പ്രധാനപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറേയധികം ചോദ്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, സോ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യട്ടെ, ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നേരെ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കുകയാണ്. നോക്കാം, ആദ്യത്തെ ചോദ്യം ഇതാണ്: സസ്യങ്ങളിലെ ടിഷ്യൂ കൾച്ചറിന് സമാനമായി ജന്തുക്കളിൽ നിന്നും പുതിയ ജന്തുക്കളെ സൃഷ്ടിക്കുന്ന രീതിയാണ് താഴെ പറയുന്നവയിൽ ഏത് എന്ന് ചോദ്യം. ഓക്കെ, അപ്പോൾ സസ്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ടിഷ്യൂ കൾച്ചർ പോലെ ജന്തുക്കളിൽ പുതിയ ജന്തുക്കളെ സൃഷ്ടിക്കുന്ന രീതി 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്നതെന്ന് നോക്കട്ടെ. ക്ലോണിങ്, പിസി കൾച്ചർ, സെറികൾച്ചർ, അല്ലേ? ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സസ്യങ്ങളിലെ അല്ലേ ടിഷ്യൂ കൾച്ചറിന് സമാനമായി ജന്തുക്കളിലുള്ളതാണ് ക്ലോണിങ് എന്ന രീതി. ടിഷ്യൂ കൾച്ചർ, ക്ലോണിങ്. അടുത്ത ചോദ്യം കൃത്യമായിട്ട് നോക്കുക. ലെയറിങ് വൻമരങ്ങളിൽ പ്രായോഗികമല്ല. അതിനുള്ള കാരണം എന്താണ്? ലെയറിങ് നമുക്ക് അറിയാം അല്ലേ? അപ്പം അറിയുന്ന കുട്ടികൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതെങ്ങനെയാണ് പ്രായോഗികമല്ലാത്തത് എന്നുള്ള രീതി മനസ്സിലാവുള്ളൂ. 4 ഓപ്ഷനുകൾ നൽകാം. ഉയരക്കൂടുതൽ കാരണം ചെയ്യാൻ പ്രയാസമാകും, പരിചരണം ലഭിക്കാത്തതിനാൽ നശിച്ചു പോകും, വലിയ മരങ്ങളിൽ വിജയസാധ്യത കുറവാണ്, തൈ വളർന്ന് വൻമരമാകുമ്പോൾ തായ്വേരില്ലാത്തതിനാൽ നിലനിൽക്കാനാവില്ല. അല്ലേ? നമുക്ക് അവിടെ തന്നെ പറഞ്ഞു വെക്കാൻ പറ്റും അല്ലേ? തൈ വളർന്ന് വലിയ മരമാകുന്ന സമയത്ത് തായ്വേരില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും നിലനിൽക്കാനാവില്ല. അല്ലേ? നമ്മളത് ലെയറിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക നമുക്കറിയാം. എങ്ങനെയാണ് വേരിൻ്റെ ഘടന, വേരെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നൊക്കെ നമുക്കറിയാം അല്ലേ? അപ്പോൾ അവിടെ എന്തില്ല, താഴ്വേരില്ല. അപ്പോൾ വലിയ മരങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും പ്രായോഗികമല്ല. റെഡിയാണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം: റൂട്ട് സ്റ്റോക്ക് ആവശ്യമായി വരുന്ന കൃഷി രീതി ഏതാണ്? റൂട്ട് സ്റ്റോക്ക്, സയൻ, 2 പേരുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ റൂട്ട് സ്റ്റോക്ക് ആവശ്യമായി വരുന്ന കൃഷി രീതി എപ്പിക്കൾച്ചർ ആണോ, ബഡ്ഡിംഗ് ആണോ, ടിഷ്യൂ കൾച്ചർ ആണോ, വർഗ്ഗസംകരണമാണോ? ഏതാണ്? ബഡ്ഡിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൂട്ട് സ്റ്റോക്ക് അല്ലേ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കിയാൽ റൂട്ട് സ്റ്റോക്ക് എന്താണ്, സയൻ എവിടെയാണ് വെക്കുന്നത് അല്ലേ? റൂട്ട് സ്റ്റോക്ക് താഴെയാണ്, സയൻ മുകളിലാണ്. അതിൻ്റെ പ്രത്യേകതകളും നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അടുത്ത ചോദ്യം: കായിക പ്രജനനം സാധ്യമല്ലാത്ത സസ്യം ഏത്? കടപ്ലാവ് അല്ലെങ്കിൽ നമ്മൾ ശീമപ്ലാവ് എന്നൊക്കെ പറയാം. പല നാട്ടിൽ പല പേരുകളാണ്. കവുങ്ങ്, ചെമ്പരത്തി, കറിവേപ്പ്. ഇതിൽ കായിക പ്രജനന രീതി സാധ്യമല്ലാത്ത സസ്യം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം കവുങ്ങ്. കവുങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കായിക പ്രജനന രീതി ഉപയോഗിക്കാൻ സാധിക്കില്ല. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം: എല്ലില്ലാത്ത മാംസം എന്നറിയപ്പെടുന്ന പയറു ചെടി ഏതാണ്? എല്ലില്ലാത്ത മാംസം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? വൻപയർ, ചെറുപയർ, നിലക്കടല, സോയാബീൻ. ഇതിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത 3 ആളുകൾ, വൻപയർ, ചെറുപയർ, നിലക്കടല ഒഴിവാക്കിയാൽ ബാക്കിയുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? സോയാബീൻ. അത് തന്നെയാണ് എല്ലില്ലാത്ത മാംസം എന്ന് അറിയപ്പെടുന്നത്. നമ്മളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ടില്ലേ ഉണ്ടാക്കാറുണ്ട്. റെഡിയല്ലേ? അടുത്ത ചോദ്യം ഒരു കൃതിയാണ്, ഒറ്റ വൈക്കോൽ വിപ്ലവം. ഈ ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന കൃതിയുടെ കർത്താവ് അല്ലെ രചയിതാവ് ആരാണ്? പൊക്കുടൻ, ഫുക്കുവോക്ക, സുഭാഷ് പലേക്കർ, MS സ്വാമിനാഥൻ. ഓക്കെ, അപ്പോൾ ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന കൃതിയുടെ കർത്താവ് ഫുക്കുവോക്കയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ, മനസ്സിലാക്കി വെക്കാം. അടുത്ത ചോദ്യം: NPK. പേരിൽ തന്നെ ഉണ്ട് അല്ലേ? അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം, പേരിൽ തന്നെ ഉണ്ട് ആ കാര്യങ്ങൾ. NPK വളങ്ങളിൽ അടങ്ങിയ മൂലകങ്ങൾ ഏതൊക്കെയാണ്? മാറിപ്പോവരുത് കേട്ടോ. NPK: നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം. N എന്ന് പറഞ്ഞാൽ നൈട്രജൻ ആണ്, P പറഞ്ഞാൽ ഫോസ്ഫറസ് ആണ്, K എന്ന് പറഞ്ഞാൽ കാലിയം അല്ലെങ്കിൽ പൊട്ടാഷ്യമാണ്. റെഡി ആണല്ലോ? അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ A ആണ് ഇതിൽ ശരിയായുള്ള ഉത്തരം. റെഡി അല്ലേ? ബാക്കിയൊക്കെ നിങ്ങൾ നോക്കാം. ഓക്കെ, വേറെ ഒന്നിലോട്ടും പോകരുത് കേട്ടോ. നിങ്ങൾ ഫസ്റ്റത്തെ അക്ഷരങ്ങൾ വെച്ച് മാത്രം നോക്കരുത്, അത് തെറ്റായിരിക്കും. അപ്പോൾ നോക്കുക, K എന്ന് പറഞ്ഞാൽ അത് എന്താണ്, പൊട്ടാഷ്യമാണ്. നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കണം കേട്ടോ. NPK വളങ്ങളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ മൂലകം ഏത്? ഫോസ്ഫറസ്, നൈട്രജൻ, പൊട്ടാഷ്യം, കാൽസ്യം. ഇതിൽ NPK വളങ്ങളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ നൈട്രജൻ ആണ്. റെഡി ആണല്ലോ? എന്താണ്? നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ NPK വളങ്ങളിൽ അടങ്ങിയിട്ടുള്ളത്. അടുത്ത ചോദ്യം: മൊസൈക്ക് രോഗം. ഈ മൊസൈക്ക് രോഗം ബാധിക്കുന്ന വിള ഏതാണ്? ചേന, മരച്ചീനി, വാഴ, നെല്ല്. മൊസൈക്ക് രോഗം ബാധിക്കുന്ന വിളയാണ്
മരച്ചീനി എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ കപ്പ, പൂള എന്നൊക്കെ നമ്മൾ പറയും. റെഡിയാണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. മൂപ്പാവാത്ത നെല്ലിൽ നിന്നും അതിൻ്റെ ചാറ് ഊറ്റി കുടിച്ച് നെല്ലിനെ പതിരാക്കുന്ന കീടം ഏതാണ്? ഓക്കെ, മൂപ്പാകാതെ നെല്ലിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിലുള്ള ചാറൊക്കെ എന്ത് ചെയ്യുന്നു, നല്ല ഊറ്റി കുടിച്ചിട്ട് അതിനെന്ത് ചെയ്യുന്നു, പതിരാക്കി മാറ്റുന്ന കീടമാണ്. ഓപ്ഷൻ എ ബി സി ഡി നോക്കുക. ചാഴി, ലേഡി ബേർഡ് വണ്ട്, അതേപോലെ മുഞ്ഞ, ഇവയെല്ലാം. അപ്പോൾ മൂപ്പാവാത്ത നെല്ലിൽ നിന്നും അതിൻ്റെ ചാറ് ഊറ്റി കുടിക്കുന്ന ആ ഒരു കീടമാണ് ചാഴി എന്നാ പറയുക. ഓക്കെ, ചാഴി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. ചാഴി. പരുത്തിയുടെ ജന്മനാട് എവിടെയാണ്? പരുത്തി അല്ലേ, ചൈന, ബർമ, മലേഷ്യ, ഇന്ത്യ. ഒരിക്കലും നമ്മുടെ ഇന്ത്യ ആവൂല എന്ന് പറഞ്ഞാണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, മാറിക്കുത്തരുത്. ചൈന, ബർമ, മലേഷ്യ ഒന്നുമല്ല, നമ്മുടെ ഇന്ത്യയാണ് പരുത്തിയുടെ ജന്മനാട്. ഓക്കെ, നോക്കാം അടുത്ത ഈ ഒരു ചോദ്യം. നമ്മൾ പറഞ്ഞു ZBNF അല്ലെങ്കിൽ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്. ഓക്കെ, അപ്പോൾ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിങ്ങിൻ്റെ പ്രത്യേകതകളിൽ പെടാത്തത് ഏതാണ്? ഓക്കെ, നാടൻ പശുവിൻ്റെ ചാണകമാണ് പ്രധാന വളം. മണ്ണിലെ സൂക്ഷ്മജീവികളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നു. വിത്തുകളെ രോഗവിമുക്തമാക്കാൻ ബീജാമൃതം എന്ന ജൈവ മിശ്രിതം ഉപയോഗിക്കുന്നു. രാസവളങ്ങളിൽ കുറഞ്ഞ അളവിലേ ഉപയോഗിക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ രാസവളങ്ങൾ കുറഞ്ഞ അളവിലാണ് ഉപയോഗിക്കാറുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം അല്ലേ. യെസ്, എന്താണ് പ്രത്യേകതയിൽ പെടാത്തത്? രാസവളങ്ങൾ കുറഞ്ഞ അളവിലേ ഉപയോഗിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ ZBNFൻ്റെ പ്രത്യേകതകളിൽ പെടാത്തത്. റെഡിയാണല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാലോ. നോക്കാം. ജലത്തിൻ്റെ നീരൊഴുക്ക് പരിഗണിച്ച് കൃഷി ചെയ്യുന്ന രീതി ഏതാണ്? വിളപര്യയം, പൂനം കൃഷി, കോണ്ടൂർ കൃഷി, ഇടവിള കൃഷി. ജലത്തിൻ്റെ നീരൊഴുക്ക് പരിഗണിച്ച് കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേര് ആണ് കോണ്ടൂർ കൃഷി. ഇതിൻ്റെ ചിത്രം കാണാൻ നല്ല മനോഹരമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കോണ്ടൂർ കൃഷി നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വെച്ച് പോകണം. അടുത്ത ചോദ്യത്തിലോട്ട് കടന്നാലോ. ജീവാണു വളങ്ങളിൽ പെടാത്തത് ഏതാണ്? 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അസെറ്റോബാക്ടർ, ട്രൈക്കോഡെർമ, അസോസ്പൈറിലം, മൈക്കോറൈസ. ഇതിൽ ജീവാണു വളങ്ങളിൽ പെടാത്തതാണ്, ഓർത്ത് വയ്ക്കുക, ട്രൈക്കോഡെർമ. റെഡിയാണല്ലോ. ഓപ്ഷൻ ബി, ട്രൈക്കോഡെർമ. അടുത്ത ചോദ്യം. താഴെ നൽകിയിരിക്കുന്നതിൽ മിത്രകീടങ്ങളിൽ പെടാത്തത് ഏതാണ്? മിത്രകീടങ്ങളിൽ പെടാത്തത് ലേഡി ബേർഡ് വണ്ടാണോ, പച്ചത്തുള്ളനാണോ, വേട്ടക്കാരൻ ചിലന്തിയാണോ, ചെറുതുമ്പികളാണോ? ഇതിൽ മിത്രകീടങ്ങളിൽ ഉൾപ്പെടാത്തത് ആര് എന്നാണ് ചോദ്യം. സഹായകരമായിട്ട് നിൽക്കുന്ന കീടങ്ങളാണെന്ത്? മിത്രകീടങ്ങൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ മിത്രകീടങ്ങളിൽ പെടാത്തതാണ് പച്ചത്തുള്ളൻ. ഓർത്ത് വയ്ക്കുക, എന്താണ് പച്ചത്തുള്ളൻ. അടുത്ത ചോദ്യം നോക്കുക. ജൈവ കീട നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവി ഏതാണ്? ജൈവ കീട നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവി ട്രൈക്കോഡെർമ, റൈസോബിയം, അസെറ്റോബാക്ടർ, അസോള. ഓക്കെ, ഇതിൽ ഏതാണ് ജൈവ കീട നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവി? ഉത്തരം ട്രൈക്കോഡെർമ. റെഡിയാണല്ലോ. എന്താണ് ട്രൈക്കോഡെർമ. അടുത്ത ചോദ്യം നോക്കുക. ഈ വീഡിയോയിൽ അവസാനത്തെ ചോദ്യമാണ്. ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് കൂൺ കൃഷി, കന്നുകാലി വളർത്തൽ, അതേപോലെ മത്സ്യകൃഷി, തേനീച്ച വളർത്തൽ. ഇത് നിങ്ങൾക്കുള്ള വർക്കാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയിൽ എല്ലാ ചോദ്യങ്ങളും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലുള്ള അവസാനത്തെ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരികയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചോദ്യം വായിച്ചതിന് ശേഷം അല്ലേ, ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൂൺ കൃഷിയാണോ, കന്നുകാലി വളർത്തലാണോ, മത്സ്യകൃഷിയാണോ, അല്ലെങ്കിൽ തേനീച്ച വളർത്തലാണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് താഴെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വിവരണം തന്നിട്ടുണ്ട്. സോ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.